ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐഷൂസ് കിച്ചൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്സുമായിട്ടാണ്, പിസ്സ കട്ട്ലേറ്റ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചതാണിത്. പിന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 1 കപ്പ് ചിക്കൻ വേവിച്ചത്, ജസ്റ്റ് ഒന്ന് ചോപ്പറിലിട്ട് ക്രഷ് ചെയ്തതാണ്. ചിക്കൻ അധികം അരഞ്ഞു പോവാൻ പാടില്ല. പിന്നെ 1 കപ്പ് പിസ്സ സോസ്. ആദ്യം ഉപ്പും കുരുമുളകും ഉരുളക്കിഴങ്ങിൽ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി മസാല റെഡിയാക്കാം. അതിനു വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായാൽ ചിക്കൻ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കുറച്ചൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിസ്സ സോസ് ഒഴിച്ചൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ പിസ്സ കട്ട്ലേറ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി എടുത്തു വെച്ച് ഉരുളക്കിഴങ്ങ് കുറച്ചെടുത്ത് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായി കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ശേഷം ആക്കി വെച്ച മസാലയും ഇട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇങ്ങനെ എല്ലാ കട്ട്ലേറ്റും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 മുട്ടയെടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലേറ്റും എടുത്ത് ആദ്യം കുറച്ച് മൈദ എടുത്ത് അതിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. പിന്നീട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം.
ഇങ്ങനെ എല്ലാ കട്ട്ലേറ്റും ആക്കി വെക്കാം. ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്